തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന് മുൻ മന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും കിട്ടിയിട്ടില്ല. സൈബർ ഗ്രൂപ്പിലെ ഇടപെടലുകൾ വിപരീത ഫലമുണ്ടാക്കുന്നുവെന്നും ഡോക്ടർ TM തോമസ് ഐസക് കുറ്റപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ എന്തുമാകാം എന്ന സ്ഥിതി മാറണമെന്നും TM തോമസ് ഐസക് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഘടകകക്ഷികളുടെ വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി എന്നുകൂടിയല്ലേ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഉന്മേഷ, അതായത് CPIMന്റെ നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ട് തോറ്റു എന്നൊരു താത്വിക അവലോകനം മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു സംവാദമായി മാറ്റണം എന്ന് കൃത്യമായ രീതിയിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ TM തോമസ് ഐസക് തുറന്നടിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്വയം വിമർശനമെന്ന് കൃത്യമായ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. പാർട്ടിക്കാരുടേത് മാത്രമല്ല, ജനങ്ങളുടേതാണ്. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണം. അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാകരുത് എന്ന് കൂടി പറയുന്നുണ്ട്. തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കണം. ചിലപ്പോൾ ചില നിശിതമായ വിമർശനങ്ങളൊക്കെ ജനങ്ങൾ നടത്താറുണ്ട്. അത് അവരുടെ വിഷമം കൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവി വോട്ടുകൾ പോലും, സ്ഥിരമായി പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവി വോട്ടുകൾ പോലും പാർട്ടിക്ക് ലഭിച്ചില്ല. തിരുത്തണം. അതിന് സംവാദം വേണം ജനങ്ങളുമായി. ചിലപ്പോൾ ജനങ്ങൾ പറയുന്നത് പാർട്ടിക്ക് പൂർണ്ണമായി നടപ്പാക്കി കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവരെ കേൾക്കാൻ തയ്യാറാകണം. അഴിമതി സംബന്ധിച്ച പല കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിച്ചിട്ടില്ല. ഇതൊക്കെയാണോ തോൽവിക്ക് കാരണമെന്ന് പരിശോധിക്കണം. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ആക്ഷേപങ്ങളായി നിൽക്കുന്ന സമയത്ത് അതൊക്കെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത്. ഇതാണോ തോൽവിക്ക് കാരണമെന്ന് പരിശോധിക്കണം. സൈബർ സഖാക്കൾക്കും കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് പോരാളി ഷാജിമാരുടെ ഇടപെടൽ അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് കൃത്യമായ രീതിയിൽ തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. സൈബർ പോരാളികൾ അഡ്രസ്സ് ചെയ്യേണ്ടത് പക്ഷമില്ലാത്തവരെയാണ്. അതായത് CPMകാരെയോ ഇടതുപക്ഷക്കാരെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെയോ ഒന്നുമല്ല അഡ്രസ്സ് ചെയ്യേണ്ടത്, പക്ഷമില്ലാത്തവരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ നിഷ്പക്ഷരായ ആളുകളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്കെതിരെ വലിയ മോശം പരാമർശങ്ങളും പദാവലികളും ഉപയോഗിച്ച് വെല്ലുവിളികൾ നടത്താൻ ഒരു കാരണവശാലും പാടില്ല. അത്തരം പ്രവണതകൾ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. വ്യക്തിപരമായി ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും തിരുത്തി മാത്രമേ സൈബർ ഇടത്തിലും മുന്നോട്ട് പോകാനാകൂ എന്നും ഐസക് പറയുന്നു. അതായത് ഇന്ന് നടക്കുന്ന സംസ്ഥാനതല നേതൃയോഗങ്ങളിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വയം വിമർശനാത്മകമായ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുമോ എന്ന് മാത്രമാണ് ഐസക്കിന്റെ ഈ തുറന്നു പറച്ചിലൂടെ നമുക്ക് ഇനി കാണാനുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.